ചിക്കൻ ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ചിക്കൻ ഫ്രൈ ഇഷ്ടമുണ്ടാവും. അപ്പോൾ നമുക്ക് ഇന്നൊരു പയ്യോളി ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാം കേട്ടോ. പേര് പോലെ തന്നെയാണ് സംഭവം, കിട്ടുമായിട്ടാണ് മക്കളെ. അപ്പോൾ വേഗം നമുക്ക് ഉണ്ടാക്കാം. ആദ്യം കുറച്ച് വറ്റൽമുളക് എടുത്തിട്ട് തിളച്ച വെള്ളത്തിലിട്ടിട്ട് കുതിരാൻ വെക്കാം. കുതിർന്ന് കഴിഞ്ഞാൽ അതൊക്കെ മിക്സിൻ്റെ ജാറിലേക്ക് എടുത്തിട്ട് കൊടുക്കാം കേട്ടോ. ഇനി അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, കറിവേപ്പില, സുർക്കയും കൂടെ ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സിയിൽ അരച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ ചിക്കനിലേക്ക് ഇതിട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് ചിക്കനിലേക്ക് മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടി, പിന്നെ ഗരം മസാല, മല്ലിപ്പൊടി, പിന്നെ കോൺഫ്ലവറും മൈദയും പിന്നെ പാകത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കുഴച്ചെടുത്ത് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. അരമണിക്കൂറിന് ശേഷം നമുക്ക് അതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ടാണ് ഇനി നമ്മൾ പയ്യോളി ചിക്കൻ സ്പെഷ്യൽ ഒരു മസാല ഉണ്ടാക്കാണ്ട്. നമ്മളിപ്പോൾ ചിക്കനൊക്കെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് മസാലയൊക്കെ ബാക്കി ഉണ്ടാവില്ലേ. ഇനി ഇതിൽ കുറച്ച് മസാല കൂടുതൽ ഉണ്ടാക്കിക്കോളൂ കേട്ടോ. എന്നാലാണ് ഇത് കുറച്ചും കൂടെ ടേസ്റ്റ് ആവുക. എന്നിട്ട് നമുക്ക് അതിൽ തേങ്ങയും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇടാം. മസാലയിലൊന്ന് കുഴച്ച് മിക്സ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ഈ ചിക്കനൊക്കെ വറുത്ത് കഴിഞ്ഞാൽ ആ എണ്ണയിൽ തന്നെ ഇതൊന്ന് വറുത്ത് കോരിയെടുക്കാം കേട്ടോ. ഈ ഒരു മസാല ഇതിൽ കൂടുമ്പോഴാട്ടോ ഈ ചിക്കൻ ഫ്രൈക്ക് ഇത്രയും ടേസ്റ്റ് കൂടുന്നത്. വെറും ഇതിന് മസാല കൂട്ടി നമുക്ക് ചോറുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് സപ്പോർട്ട് എന്തായാലും തരണം. നെക്സ്റ്റ് വീഡിയോ കാണാൻ. ടാറ്റാ ബൈ. സീ യു.